കത്ത് ചോർച്ച വിവാദത്തിൽ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് കടക്കുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശ്രീജിത്ത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ആ നോട്ടീസിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലമാണല്ലോ, ചെന്നൈ വ്യവസായിയുടെ പശ്ചാത്തലം. അദ്ദേഹം ചില കേസുകളിലൊക്കെ പ്രതിയാണ്, അദ്ദേഹത്തിന്റെ FIR-കളുണ്ട്. അതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം ചില കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെയും ഓഫീസിനെയും ഇക്കാര്യങ്ങളിലേക്ക് വലിച്ചിഴക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ഇത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യം കൂടി ഉണ്ടല്ലോ. ഈ നേരത്തെ അദ്ദേഹത്തിന് മുൻ ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങൾ, അപ്പോൾ ആ കേസിന്റെ പശ്ചാത്തലം കൂടി സൂചിപ്പിക്കുന്നുണ്ടല്ലോ ശ്രീജിത്ത് ഈ നോട്ടീസിൽ. തീർച്ചയായും കഴിഞ്ഞ ദിവസം ഷർഷാദിൻ്റെ മുൻ ഭാര്യ രത്തിന അടക്കം ഉന്നയിച്ച വാദങ്ങൾ ഈ വക്കീൽ നോട്ടീസിൽ കൂടി MV ഗോവിന്ദൻ്റെ വക്കീൽ നോട്ടീസിലും കടന്നു വരുന്നുണ്ട്. മാത്രമല്ല, ഈ രാജേഷ് കൃഷ്ണ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി രാജേഷ് കൃഷ്ണ ഏതെങ്കിലും തരത്തിൽ ചോർത്തിയെടുത്തതല്ല എന്ന് സൂചിപ്പിക്കുന്ന തര പരാമർശങ്ങളും ഈ വക്കീൽ നോട്ടീസിലുണ്ട്. മുഹമ്മദ് ഷർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്കും മറ്റും പാർട്ടിക്ക് നൽകിയ പരാതി പാർട്ടിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനൊപ്പം മറ്റ് തനിക്ക് താല്പര്യമുള്ളവരുടെ അടുത്തുകൂടി ഈ പരാതി ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന ആ ഉദ്ദേശം അപ്പോൾ തന്നെ നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാതിക്കത്ത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്, പൊതുജന മധ്യത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരാതി ചോർന്നുവെന്ന ആക്ഷേപത്തിന്, അല്ലെങ്കിൽ പരാതിയെ ചോർത്തിയത് MV ഗോവിന്ദൻ്റെ മകൻ്റെ സ്വാധീനം കൊണ്ടാണ് എന്ന ആരോപണത്തെ പരോക്ഷമായി തള്ളിക്കളയുന്ന, നിഷേധിക്കുന്ന പരാമർശങ്ങളും ഈ വക്കീൽ നോട്ടീസിലുണ്ട്. അതോടൊപ്പം തന്നെ ഷർഷാദിൻ്റെ മുൻ ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് സമാനമായ കാര്യങ്ങൾ ഈ വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ രാജേഷ് കൃഷ്ണയും ഷർഷാദിൻ്റെ മുൻ ഭാര്യയും ഉന്നയിച്ച വാദഗതികൾ കൂടി ഈ വക്കീൽ നോട്ടീസിലൂടെ കടന്നു വരുന്നു എന്ന കാര്യവും ശ്രദ്ധേയമാണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഈ ആരോപണങ്ങൾ ഈ വക്കീൽ നോട്ടീസ് ലഭിച്ച 3 ദിവസത്തിനകം പിൻവലിച്ച് ഖേദപ്രകടനം നടത്തണമെന്നാണ് ഈ വക്കീൽ നോട്ടീസിലൂടെ MV ഗോവിന്ദൻ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് അഡ്വക്കേറ്റ് രാജഗോപാൽ നായർ മുഖേന അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ. പൊതുമാധ്യമങ്ങളിലൂടെ മുഹമ്മദ് ഷർഷാദ് നടത്തിയ പ്രതികരണങ്ങളാണ് ഈ വക്കീൽ നോട്ടീസിന് ആധാരമെന്ന കാര്യവും ഇവിടെ ഈ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ശ്രീജിത്ത്, അത്തരത്തിൽ ഈ ചെന്നൈ വ്യവസായിയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ശ്രീജിത്ത്? അത്തരമൊരു ഖേദപ്രകടനം ഷർഷാദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2024 മെയ് 17 ഇത്തരത്തിൽ ഖേദപ്രകടനത്തിൻ്റെ സ്വഭാവമുള്ള ഒരു കത്ത് CPM-ന്റെ സംസ്ഥാനത്തെ ആസ്ഥാനമായ AKG സെൻറ്ററിലേക്കും ഒപ്പം തന്നെ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിക്കും ഒപ്പം തന്നെ മറ്റു ചില പാർട്ടി നേതാക്കൾ A റഹീം, സ്വരാജ് അടക്കമുള്ള ആളുകൾക്കും അയച്ചു കൊടുത്തിരുന്നു. ആ അയച്ചു കൊടുത്ത ഇമെയിൽ കത്താണ് ഇന്നലെ പാർട്ടി കേന്ദ്രങ്ങൾ തന്നെ പുറത്തുവിട്ടത്. പ്രതിരോധത്തിൻ്റെ ഭാഗമായി